മധ്യപ്രദേശിന്റെ വ്യാവസായിക തലസ്ഥാനവും മിനി മുംബൈ എന്ന് വിളിക്കപ്പെടുന്ന നഗരവുമാണ് ഇൻഡോർ. അവിടെ ജനസാന്ദ്രതയേറിയതും സാധാരണക്കാർ താമസിക്കുന്നതുമായ ഒരു പ്രദേശമുണ്ട്, ബാൻഗംഗ. അവിടെയാണ് സഞ്ജയ് ദാഗ്രെയും അദ്ദേഹത്തിന്റെ ഭാര്യ റീത്ത ദാഗ്രെയും താമസിച്ചു വരുന്നത്. സാമ്പത്തികമായിട്ട് ഒട്ടനവധി കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. കുടുംബം പുലർത്തുവാനായിട്ട് ആ പ്രദേശത്ത് ഒരു ജനറൽ സ്റ്റോർ നടത്തിയും ഒപ്പം ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തുമാണ് സഞ്ജയ് തന്റെ കുടുംബത്തെ പോറ്റിയത്. സഞ്ജയുടെ ഭാര്യ റീത്ത ഒരു വീട്ടമ്മയാണ്. എങ്കിലും ഇൻഡോറിലെ ഭരണകക്ഷിയായ BJPയുടെ മഹിളാ മോർച്ചയുടെ സജീവ പ്രവർത്തക കൂടിയായിരുന്നു അവർ. ഈ ദമ്പതികൾക്ക് ഒരു മകനും 22 വയസ്സ് പ്രായമുള്ള സുന്ദരിയുമായ ടിങ്കിൾ ദാഗ്രെ എന്നു പേരുള്ള മകളും ഉണ്ടായിരുന്നു. ടിങ്കിൾ ദാഗ്രെ ആകർഷകമായ വ്യക്തിത്വമുള്ളവളും ഒപ്പം LLB പഠിക്കുന്ന നിയമ വിദ്യാർത്ഥിനിയുമാണ്. തന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏതു തീരുമാനവും സ്വന്തമായിട്ട് എടുക്കുവാൻ കഴിവുള്ള അല്പം പിടിവാശിയും തന്റേടിയുമായ സ്വഭാവക്കാരിയായിരുന്നു അവൾ. ചെറുപ്പകാലം മുതലേ പൊതുപ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ട്വിങ്കിളിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. തുടക്കത്തിൽ അമ്മയുടെ സ്വാധീനം മൂലം BJPയുടെ പ്രാദേശിക വക്താവായിട്ട് അവൾ പ്രവർത്തിച്ചു. പിന്നീട് BJPയിൽ നിന്നും വിട്ടുമാറി കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ആ പ്രദേശത്തെ നല്ലൊരു ജനപ്രതിനിധിയായിട്ട് ട്വിങ്കിൾ വളരുകയും ചെയ്തു. നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും അവർക്ക് വേണ്ടി സംസാരിക്കുവാനും അവൾ എപ്പോഴും മുൻപിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാൻഗംഗയിലെ ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ടിങ്കിളിനെ വളരെ വ്യക്തമായിട്ടറിയാം. അവളുടെ രാഷ്ട്രീയ പ്രസ്താവനകളും ചിത്രങ്ങളും പ്രാദേശിക പത്രങ്ങളിൽ പതിവായിട്ട് വരുവാൻ തുടങ്ങി. അതോടെ നാട്ടുകാർക്കിടയിൽ അവളൊരു പരിചിത മുഖമായി. മകളുടെ ഈ രാഷ്ട്രീയ വളർച്ച മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു. എങ്കിലും അതിനു പിന്നിൽ അറപ്പുളവാക്കുന്ന ചില രഹസ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 2016 ഒക്ടോബർ 15 രാത്രി സമയം ട്വിങ്കിൾ അമ്മ റീത്തയുടെ അടുത്ത് വന്നിരുന്നു. വളരെ സ്നേഹത്തോടെ അവൾ അമ്മയുടെ കൈകളിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ആ സമയത്ത് കുടുംബത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർ സംസാരിച്ചു. ഇതിനിടയിൽ ട്വിങ്കിൾ വളരെ ഗൗരവത്തോടെ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു. അമ്മേ, ഞാൻ നാളെ രാവിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണുവാനായിട്ട് പോകുന്നുണ്ട്. അവരെ കണ്ട് സംസാരിച്ച ശേഷം വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തും. കാര്യങ്ങളെല്ലാം ശരിയാകും. അമ്മ വിഷമിക്കാതിരിക്കൂ. രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യത്തിനാണ് അവൾ പോകുന്നത് എന്ന് വിചാരിച്ച് റീത്തയും അത് സാധാരണ രീതിയിലെടുത്തു. എന്നാൽ തൻ്റെ മകളുടെ അവസാന രാത്രിയാണ് അതെന്നും പിന്നീട് ഒരിക്കലും താൻ അവളെ കാണില്ല എന്നും അവരപ്പോൾ അറിഞ്ഞില്ല. അതിൻ്റെ അടുത്ത ദിവസം, അതായത് 2016 ഒക്ടോബർ 16, സാധാരണഗതിയിൽ രാവിലെ വൈകി ഉണരുന്ന സ്വഭാവക്കാരിയാണ് ടിങ്കിൾ. എന്നാൽ അന്ന് അവൾ വളരെ നേരത്തെ എഴുന്നേറ്റു. അടുത്ത ദിവസം കറുവാ ചൗത് വ്രതമായതുകൊണ്ട് ഒരു വധുവിനെ പോലെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി. ഇത് കണ്ട് റീത്ത, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. താൻ ബദ്നാവറിലുള്ള തൻ്റെ ഫിയാൻസി അമിതിനെ കാണുവാനായിട്ട് പോവുകയാണെന്ന് ടിങ്കിൾ പറഞ്ഞു. അമിതിനെ കാണുവാനാണ് അവൾ പോകുന്നത് എന്ന് കേട്ടപ്പോൾ അവർക്ക് ആശ്വാസമായി. കാരണം ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. രാവിലെ കൃത്യം 9 മണിയോടെ ട്വിങ്കിൾ നല്ല വസ്ത്രങ്ങളും ധരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി. പക്ഷേ അവൾ പോയത് അമിതിൻ്റെ അടുത്തേക്കല്ലായിരുന്നു, ജഗദീഷ് കരോട്ടിയ എന്ന ഒരാളുടെ വീട്ടിലേക്കായിരുന്നു. സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി തൻ്റെ വീടിൻ്റെ പടിയും കടന്നു വരുന്ന ട്വിങ്കിളിനെ കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. തങ്ങളെ നശിപ്പിക്കുവാനായിട്ട് കച്ചകെട്ടി വരുന്നൊരു യക്ഷിയെപ്പോലെയാണ് കരോട്ടിയ കുടുംബത്തിന് അവളെ കണ്ടപ്പോൾ തോന്നിയത്. അവൾ എന്ന ഭീഷണിയിൽ നിന്നും എന്നേക്കുമായിട്ട് മോചനം നേടുവാൻ കരോട്ടിയ കുടുംബം ഒരു പദ്ധതി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു. അതേക്കുറിച്ച് ഒന്നും അറിയാതെയാണ് അവൾ ആ വീടിൻ്റെ പടിയിലേക്ക് കാലെടുത്തു വെച്ചത്. മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. വൈകുന്നേരമായി. ട്വിങ്കിൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല. നേരം ഇരുട്ടി. രാത്രിയായതോടെ മാതാപിതാക്കളുടെ ഉള്ളിൽ ഭയം ജനിക്കുവാൻ തുടങ്ങി. അവർ ഉടനടി മകളുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കി. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന സന്ദേശമാണ് കിട്ടിയത്. തൊട്ടു പിന്നാലെ അവർ അമിതിനെ വിളിച്ചു. അപ്പോഴാണ് അന്നേ ദിവസം അവൾ തൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നും താൻ അവളെ കണ്ടിട്ട് കുറച്ച് നാളുകളായെന്നും അയാൾ പറയുന്നത്. ഇതുകൂടി കേട്ടതോടെ ആ അച്ഛനും അമ്മയും തങ്ങളുടെ മകൾ പോകുവാൻ സാധ്യതയുള്ള കൂട്ടുകാരികളുടെ വീടുകളിലെല്ലാം ഓടിയെത്തി അന്വേഷിച്ചു. ബന്ധുക്കളുടെ വീടുകളിലേക്ക് ഫോൺ വിളിച്ച് തിരക്കി. അവൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. താൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നോ ഇന്ന വ്യക്തിയാണ് കാണുവാൻ പോകുന്നത് എന്നോ തുടങ്ങി യാതൊരു കാര്യവും അവൾ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നുമില്ല. നേരം പുലരും വരെ അവർ ഉറങ്ങാതെ മകൾക്ക് വേണ്ടി കാത്തിരുന്നു. പിന്നെ ഒക്ടോബർ 18 ട്വിങ്കിളിന്റെ പിതാവ് സഞ്ജയ് തൊട്ടടുത്തുള്ള ബാൻഗംഗ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. പരാതിയിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു. തൻ്റെ മകളുടെ തിരോധാനത്തിന് പിന്നിൽ മറ്റാരുമല്ല, ജഗദീഷ് കരോട്ടിയ എന്ന രാഷ്ട്രീയ നേതാവാണ്. ഇനി ആരാണ് ജഗദീഷ് കരോട്ടിയ? ട്വിങ്കിളിനും അവർക്കും തമ്മിൽ എന്താണ് പ്രശ്നം? അവളെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടത് എന്തിനാണ്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിലേക്ക് കടക്കാം. എല്ലാത്തിനും തുടക്കവും കാരണവും ട്വിങ്കിളിൻ്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു. എത്രയും വേഗം രാഷ്ട്രീയത്തിൽ വലിയ പദവികളും അതോടൊപ്പം അംഗീകാരങ്ങളും നേടിയെടുക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി പാർട്ടിയിൽ വളരെ സ്വാധീനമുള്ളൊരു ഗോഡ്ഫാദറെ അവൾക്ക് വേണമായിരുന്നു. അതിനു പറ്റിയ ഒരാളെ അവൾ തിരഞ്ഞു. അങ്ങനെയാണ്
ആ പ്രദേശത്തെ ഭരണകക്ഷിയായ BJPയുടെ മുതിർന്ന നേതാവും ഉന്നതങ്ങളിൽ വളരെ സ്വാധീനവുമുള്ള മുൻ നഗരസഭാ കൗൺസിലറുമായ ജഗദീഷ് കരോട്ടിയായെ അവൾ പരിചയപ്പെടുന്നത്. 2016 ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഏകദേശം 65 വയസ്സ് പ്രായമുണ്ട് അയാൾക്ക്. ആ പ്രദേശത്തെ വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു അയാൾ. ഒരു കാലത്ത് ഇയാളുടെ കീഴിൽ ടിങ്കിളിന്റെ പിതാവ് സഞ്ജയ് വർഷങ്ങളായിട്ട് ഡ്രൈവർ ജോലി ചെയ്തിരുന്നു. ഇതിനിടയിൽ തന്റെ മകളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി റീത്തയും ജഗദീഷിന്റെ സഹായം തേടിയിരുന്നു. അതിൻ പ്രകാരം കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ചവൾ BJPയിൽ ചേർന്നു. പിന്നീട് ടിങ്കിളിന്റെ അമ്മ റീത്ത പറഞ്ഞത് ഇങ്ങനെയാണ്: 4 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ടിങ്കിളിന് വെറും 18 വയസ്സുള്ളപ്പോൾ ജഗദീഷ് കരോട്ടി അവളെ ബലാത്സംഗം ചെയ്തിരുന്നു. അവളെ അയാൾ ദിലീപ് സിംഗ് കോളനിയിലെ ഒരു ഫ്ളാറ്റിലേക്ക് നയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവൾക്ക് നൽകിയ നാരങ്ങാ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. ബോധം പോയ ടിങ്കിളിനെ അവിടെ വെച്ച് ജഗദീഷ് ക്രൂരമായിട്ട് റേപ്പ് ചെയ്തു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ടിങ്കിൾ ജഗദീഷിനോട് വലിയ രീതിയിൽ വഴക്കിട്ടു. എന്നാൽ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നത് BJP ആയതുകൊണ്ടും ജഗദീഷിന്റെ സ്വാധീനം വളരെ വലുതായതുകൊണ്ടും കുടുംബത്തിന്റെ മാനം ഭയന്നും അവളും മാതാപിതാക്കളും പോലീസിൽ പരാതി നൽകുവാനായിട്ട് പോയില്ല. പോയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് അവർക്കറിയാം. ഈ സംഭവത്തിന് ശേഷം ടിങ്കിൾ കുറച്ചുനാൾ വിഷമിച്ചിരുന്നു. എങ്കിലും അവൾ ജഗദീഷുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചില്ല. പകരം ആ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കി. കാരണം അവൾക്ക് രാഷ്ട്രീയത്തിൽ വളരണമായിരുന്നു. അവൾ ജഗദീഷിനെ ഡാഡ്ജി എന്ന് വിളിച്ചു. പലപ്പോഴും അയാളുടെ സ്കൂട്ടറിന് പിന്നിലിരുന്ന് പരസ്യമായിട്ട് യാത്ര ചെയ്തു. ജഗദീഷിന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ വലിയ നിലകളിൽ എത്താമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. കാലക്രമേണ ആ ബന്ധം കൂടുതൽ ദൃഢമായി. അവൾ ജഗദീഷിനെ അന്ധമായിട്ട് പ്രണയിക്കുവാൻ തുടങ്ങി. അയാളുടെ പേര് തന്റെ ശരീരത്തിൽ പച്ച കുത്തുന്നതിൽ വരെ കാര്യങ്ങളെത്തി. തന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾ ജഗദീഷിനോട് ശാഠ്യം പിടിക്കുവാൻ തുടങ്ങി. വൈകാതെ ജഗദീഷിന്റെ ഭാര്യയും 3 ആൺമക്കളും ഇക്കാര്യങ്ങൾ അറിഞ്ഞു. അവരുടെ പേരുകൾ ഇതാണ്: വിജയ്, അജയ്, വിനയ്. ഇതിനിടയിൽ വീണ്ടും ടിങ്കിൾ BJPയിൽ നിന്ന് മാറി കോൺഗ്രസ് പാർട്ടി ചേർന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇതാകട്ടെ ജഗദീഷിന് ഒട്ടും ഇഷ്ടമായില്ല. ടിങ്കിളിന്റെ വിവാഹ ഭീഷണി ജഗദീഷിന്റെ കുടുംബത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. ഒരു ദിവസം ജഗദീഷിന്റെ വീട്ടിലെത്തിയ ടിങ്കിളും അയാളുടെ ഭാര്യയും തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടായി. ദേഷ്യം കയറിയ ജഗദീഷിന്റെ ഭാര്യ അലക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് ടിങ്കിളിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. ഈ രംഗം കണ്ട് ജഗദീഷിന്റെ മകൻ അജയുടെ ഭാര്യ ബോധം കെട്ടുവരെ വീണു. ഗുരുതരമായിട്ട് പരിക്കേറ്റ ടിങ്കിളിനെ ജഗദീഷ് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചതും ചികിത്സ നൽകിയതും. ഈ സംഭവത്തോടെ ടിങ്കിൾ തങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണെന്നും അവളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും കരോട്ടിയ കുടുംബം ഉറപ്പിച്ചു. ഇതിനിടയിലാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. ജഗദീഷിന്റെ മൂത്ത മകനായ അജയ് ടിങ്കിളുമായിട്ട് അടുപ്പത്തിലായി. അവർ രണ്ടുപേരും രഹസ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. ജഗദീഷിനോടുള്ള പ്രതികാര ബുദ്ധി കാരണമാണ് ടിങ്കിൾ അജയുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്. അജയ് ഭർത്താവായിട്ട് വരുമ്പോൾ ജഗദീഷ് അവളുടെ അമ്മായിയപ്പനാവും. എന്നാൽ ബന്ധങ്ങളുടെ പൗത്രതയെക്കുറിച്ച് അവൾക്ക് യാതൊരു ചിന്തയുമില്ലായിരുന്നു. അച്ഛനെയും മകനെയും ഒരേപോലെ തന്റെ കിടപ്പറയിലേക്ക് അവൾ ക്ഷണിച്ചു. ഈ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം ഇൻഡോറിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ബത്നാവർ സ്വദേശിയായിട്ടുള്ള അമിത് എന്ന ചെറുപ്പക്കാരനുമായിട്ട് ടിങ്കിളിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അമിതും ഒരു ഡ്രൈവറാണ്. കൂടാതെ അവരുടെ അകന്ന ഒരു ബന്ധുവും കൂടിയാണ്. അമിത്തിന്റെ മാതാപിതാക്കൾക്ക് ഈ ബന്ധത്തോട് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ടിങ്കിളിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ അമിത് അവരുടെ വാക്കുകൾ കേട്ടില്ല. അങ്ങനെയാണ് ആ വിവാഹ നിശ്ചയം നടന്നത്. കാണാതാകുന്നതിന് 4 മാസങ്ങൾക്ക് മുൻപാണ് ടിങ്കിൾ അമിതുമായിട്ട് അടുക്കുന്നത്. ഇരുവരും പ്രണയത്തിലായെങ്കിലും നേരിൽ കണ്ടത് വളരെ അപൂർവമായിരുന്നു. വിവാഹ നിശ്ചയത്തിന് ശേഷം വെറും 3 തവണ മാത്രമാണ് ഇവർ നേരിൽ കണ്ടത്. ടിങ്കിൾ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നതുകൊണ്ട് അവളുടെ ലൈഫ് സ്കെഡ്യൂൾ വളരെ ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമിതിനെ അവൾ ഫോൺ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും വളരെ കുറവായിരുന്നു. അമിത് എപ്പോഴൊക്കെ അവളോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ഡാഡിജിയുടെ കൂടെയാണെന്ന് അവൾ പറയും. ജഗദീഷ് പ്രായമായിട്ടുള്ള ആളായതുകൊണ്ടും ടിങ്കിളിന്റെ അച്ഛൻ്റെ ബോസ് ആയതുകൊണ്ടും അമിതിന് യാതൊരു സംശയവും തോന്നിയില്ല. എന്തായാലും ഈ വിവാഹം കഴിഞ്ഞാൽ ടിങ്കിൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളുമെന്ന് കരോട്ടിയ കുടുംബം ആശ്വസിച്ചു. പക്ഷെ അത് വെറുതെയായിരുന്നു. ടിങ്കിൾ ജഗദീഷിനെ വെറുതെ വിടുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. തന്നെ വിവാഹം കഴിക്കണമെന്നും ഇല്ലെങ്കിൽ തന്നെ റേപ്പ് ചെയ്ത കാര്യം പുറത്തറിയിക്കുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. ടിങ്കിൾ ഒരു നിയമ വിദ്യാർത്ഥിനിയാണ്. അവളുടെ ഭീഷണി ചെറുതല്ല എന്ന് ജഗദീഷിനും മക്കൾക്കും മനസ്സിലായി. ഇനിയും ഇവളെ ജീവനോടെ വിട്ടാൽ തങ്ങളുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയ ഭാവിയും അന്തസ്സും തകരുമെന്ന് അവർക്ക് മനസ്സിലായി. ഇതിനിടയിലാണ് ജഗദീഷിന് തന്റെ മൂത്ത മകനായ അജയുമായിട്ടും ടിങ്കിളിന്റെ ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. അയാൾ ഞെട്ടിപ്പോയി. അയാളിൽ പ്രതികാരം ആളിക്കത്തി. ഈ നാണം കെട്ട കാര്യം പുറത്തറിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം അതോടെ തീരും. ഈ ഭീഷണി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ: ടിങ്കിൾ ഇല്ലാതാവണം. ജഗദീഷും 3 മക്കളും ചേർന്ന് അതിനുവേണ്ടി ഒരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കി. 100% പെർഫെക്റ്റ് ആയിട്ട് വേണം ടിങ്കിളിനെ കൊലപ്പെടുത്തുവാൻ. അതിനുശേഷം പോലീസിനെ സമർത്ഥമായിട്ട് കബളിപ്പിച്ച് അന്വേഷണം വഴിതിരിച്ചു വിടുകയും വേണം. അതിനുവേണ്ടി ജഗദീഷും മക്കളും നിരവധി തവണ പ്രസിദ്ധമായ ദൃശ്യം എന്ന സിനിമ കണ്ടു.
സിനിമയിലെ തന്ത്രങ്ങൾ റിയൽ ലൈഫിൽ ഉപയോഗിച്ച് ഈ ക്രൈം നടത്തുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഒക്ടോബർ 16 രാവിലെ ജഗദീഷിന്റെ വീട്ടിലെത്തിയ ട്വിങ്കിളിനെ മകനായ അജയ് തന്ത്രപൂർവ്വം തന്റെ SUV കാറിൽ കയറ്റി എമ്മാർട്ടൺ എന്ന പ്രദേശത്തുള്ള അവരുടെ സുഹൃത്തായ നീലേഷ് കശ്യപിന്റെ ഫാം ഹൗസിലേക്ക് എത്തിച്ചത്. അവിടെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ജഗദീഷും എത്തിയിരുന്നു. ജഗദീഷ് അവളെ അനുനയിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. തങ്ങളെ ശല്യം ചെയ്യാതെ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവൾ വഴങ്ങിയില്ല. ജഗദീഷ് തന്നെ വിവാഹം കഴിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഫാം ഹൗസിൽ വെച്ച് നടന്ന തർക്കത്തിന്റെ ഒടുവിൽ ജഗദീഷ് ട്വിങ്കിളിന്റെ മുഖത്തടിച്ചു. തൊട്ടു പിന്നാലെ മുൻകൂട്ടി കരുതിയ കയർ ഉപയോഗിച്ച അജയ് പിന്നിൽ നിന്നും കഴുത്തിൽ കുടുക്കിട്ടു. അല്പസമയത്തെ പിടച്ചിലിന്റെ ഒടുവിൽ ആ 22 വയസ്സുകാരിയുടെ ജീവൻ നിലച്ചു. ജഡം അതേ ഫാം ഹൗസിൽ തന്നെ കുഴിച്ചിടുവാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷെ സുഹൃത്തായ നീലേഷ് അതിന് സമ്മതിച്ചില്ല. അയാൾ ഭയന്നു പോയിരുന്നു. തുടർന്ന് പ്രതികൾ ട്വിങ്കിളിന്റെ ജഡം ഒരു തുണിയിൽ പൊതിഞ്ഞ് കാറിന്റെ ഡിക്കിയിലാക്കി. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് സിനിമയിൽ കണ്ടതുപോലെ ഈ കേസിനെ വഴിതിരിച്ചു വിടുവാനുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തത്. ആദ്യപടിയായിട്ട് ട്വിങ്കിളിന്റെ മൊബൈലിൽ നിന്നും പ്രതികൾ അജയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വിട്ടു. അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: എനിക്ക് ഈ നാട്ടിൽ ജീവിക്കുവാനായിട്ട് താല്പര്യമില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. ഇനി മുതൽ നീ എന്നെ കാണില്ല. ഇതായിരുന്നു ആ സന്ദേശം. അഥവാ പോലീസിന്റെ അന്വേഷണം തങ്ങൾക്ക് നേരെ വന്നാലും ട്വിങ്കിൾ മൂലം തങ്ങളുടെ കുടുംബത്തിലുണ്ടായ വഴക്കിൽ മനസ്സ് വേദനിച്ച അവൾ എവിടേക്കെങ്കിലും പോയതാണെന്ന് വരുത്തി തീർക്കുവാനാണ് പ്രതികൾ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം പോലീസിന്റെ സംശയം അവളുടെ കാമുകനായ അമിതിന് നേർക്ക് തിരിച്ചുവിടുവാൻ പ്രതികൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അമിതിന്റെ നാടായ ബത്നാവർ പ്രദേശത്ത് എത്തിയിട്ട് അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ ഉപേക്ഷിച്ചു. സൈബർ സെൽ ഫോണിന്റെ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ അവളുടെ അവസാനത്തെ ലൊക്കേഷൻ ബത്നാവറിൽ കാണിക്കുവാനാണ് ഈ തന്ത്രം ചെയ്തത്. അതിന്റെ അടുത്ത ദിവസം പുലർച്ചെയോടെ പ്രതികൾ ജഡവുമായിട്ട് അവന്തിക നഗറിലെ ഒരു അഗർബത്തി ഫാക്ടറിയുടെ അടുത്തുള്ള വിജനമായ പറമ്പിലെത്തി. ജഗദീഷ് കരോട്ടിയ നഗരത്തിലെ കൗൺസിലർ ആയതുകൊണ്ട് നഗരസഭാ ജീവനക്കാർക്കിടയിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. തങ്ങളുടെ വളർത്തുനായ ചത്തുപോയെന്നും അതിനെ അടക്കുവാനായിട്ട് വലിയൊരു കുഴി എടുത്തു തരണമെന്നും അയാൾ അവിടെയുള്ള ജീവനക്കാരോട് പറഞ്ഞു. ഇത് വിശ്വസിച്ച ജീവനക്കാർ അവിടെ വലിയൊരു കുഴി അവർക്ക് എടുത്തു കൊടുത്തു. ആ കുഴിക്കുള്ളിലേക്ക് ജഡം തള്ളിയ പ്രതികൾ അതിനു മുകളിൽ എണ്ണയും പെട്രോളും ഒഴിച്ച് തീയിട്ടു. തെളിവുകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ ജഡത്തിന് മുകളിലേക്ക് മാലിന്യങ്ങളും വൈക്കോലുകളും ഇട്ട് തുടർച്ചയായിട്ട് തീ കത്തിച്ചു. 2 ദിവസമാണ് ഇങ്ങനെ തീ കത്തിച്ചത്. അതിനുശേഷം കുഴിയിൽ അവശേഷിച്ചത് അല്പം അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ്. അതവർ പെറുക്കിയെടുത്ത് അടുത്തുള്ള ഓടയിലെ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞു. എന്നിട്ട് വീടുകളിലേക്ക് മടങ്ങി. തങ്ങൾ സുരക്ഷിതരാണെന്ന് പ്രതികൾ ഉറച്ചു വിശ്വസിച്ചു. പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ട്വിങ്കിളിന്റെ പിതാവ് സഞ്ജയ് വളരെ വ്യക്തമായിട്ടും ഒരു കാര്യം പറഞ്ഞിരുന്നു. തന്റെ മകളുടെ തിരോധാനത്തിന് പിന്നിൽ ജഗദീഷ് കരോട്ടിയായിക്ക് നിശ്ചയമായിട്ടും പങ്കുണ്ട്. ജഗദീഷിന്റെ നേർക്ക് കുറ്റം ആരോപിക്കുവാൻ അവർക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാതി വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഭരണകക്ഷിയിലെ പ്രമുഖ നേതാവായതുകൊണ്ട് പോലീസിന് നേർക്ക് വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടായി. ജഗദീഷിനെതിരെ വ്യക്തമായ തെളിവില്ല എന്ന് കാണിച്ച് പോലീസ് അന്വേഷണം താൽക്കാലികമായിട്ട് മരവിപ്പിച്ചു. ഈ കേസ് അന്വേഷിക്കുവാൻ പോലും അവർ തയ്യാറായില്ല. വെറും ഒരു മിസ്സിംഗ് കേസ് മാത്രമായിട്ട് ഒതുക്കി തീർത്തു. അങ്ങനെ ഈ കേസ് 2.5 വർഷത്തോളം ഫ്രീസ് ആവുകയാണ്. ഇതിനിടയിൽ പോലീസിനെയും ട്വിങ്കിളിന്റെ കുടുംബത്തെയും വഴിതെറ്റിക്കുവാനായിട്ട് പ്രതികൾ ക്രൂരമായിട്ടുള്ള ചില തന്ത്രങ്ങൾ കൂടി മെനഞ്ഞു. ഒരു ദിവസം ട്വിങ്കിളിന്റെ അമ്മ റീത്തയ്ക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നു. ആ പ്രദേശത്തെ ഒരു പബ്ലിക് ടോയ്ലറ്റിന് താഴെയായിട്ട് നിങ്ങളുടെ മകളുടെ ജഡം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതായിരുന്നു ഫോൺ വിളിച്ചയാൾ പറഞ്ഞത്. ഇത് കേട്ട് ഞെട്ടിയ കുടുംബം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് അവിടെ എത്തി പബ്ലിക് ടോയ്ലറ്റ് തകർത്ത് മണ്ണ് കുഴിച്ച് പരിശോധിച്ചു. പക്ഷെ യാതൊന്നും കിട്ടിയില്ല. അതൊരു വ്യാജ ഫോൺ കോൾ ആണെന്ന് മനസ്സിലായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലൊരു ഫോൺ കോൾ കൂടി അവർക്ക് വന്നു. ഇത്തവണ അവന്തിക നഗർ എന്ന പ്രദേശത്തെ അടച്ചുപൂട്ടിയ അഗർബത്തി ഫാക്ടറിക്കുള്ളിൽ ട്വിങ്കിളിനെ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട്. അതായിരുന്നു സന്ദേശം. ഉടൻ തന്നെ പോലീസ് ടീം ഈ ഫാക്ടറിയിൽ വന്ന് പരിശോധന നടത്തി. അപ്പോഴവിടെ ഒരിടത്ത് മാത്രം ഈ അടുത്ത കാലത്ത് മണ്ണ് നീക്കി വീണ്ടും മൂടിയതുപോലെ കാണപ്പെട്ടു. പോലീസ് ആ സ്ഥലം കുഴിച്ചു നോക്കി. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ചില അസ്ഥി കഷ്ണങ്ങൾ കിട്ടി. ആ അസ്ഥി കഷ്ണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അത് മനുഷ്യന്റെ അല്ലെന്നും മറിച്ച് ഒരു നായയുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥിയാണെന്നും തെളിഞ്ഞു. യഥാർത്ഥത്തിൽ ദൃശ്യം സിനിമയിൽ കണ്ടതുപോലെ പോലീസിനെ പൂർണ്ണമായിട്ടും വഴിതെറ്റിക്കുവാൻ പ്രതികൾ മനഃപൂർവ്വം ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു ഇത്. ട്വിങ്കിളിനെ കൊന്നു കത്തിച്ച അതേ പറമ്പിൽ ഒരു നായയെ കൊന്നവർ കുഴിച്ചിട്ടു. അതിനുശേഷം അവളുടെ വീട്ടിലേക്ക് വ്യാജ കോൾ ചെയ്തു. ഇത്തരത്തിലുള്ള നിരവധി വ്യാജ ഫോൺ കോളുകളാണ് പ്രതികൾ അന്വേഷണം വഴിതിരിച്ചുവിടുവാൻ വേണ്ടി ചെയ്തത്. ഇതോടെ പോലീസിനെ പൂർണ്ണമായിട്ടും വഴിതെറ്റി. നീണ്ട 28 മാസങ്ങൾ ഈ കേസിന് യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഇതിനിടയിൽ പോലീസിന്റെ സംശയം തങ്ങൾക്ക് നേരെ വന്നപ്പോൾ കരോട്ടിയ കുടുംബം മറ്റൊരു കാര്യം കൂടി ചെയ്തു. ജഗദീഷ് കരോട്ടിയയുടെ 3ാമത്തെ മകനും അഭിഭാഷകനുമായിട്ടുള്ള ജിതേന്ദ്ര ഒരു കാര്യം ആരോപിച്ചു. ട്വിങ്കിളിന്റെ പിതാവ് വലിയൊരു മദ്യപാനിയായിരുന്നു. പല ആവശ്യങ്ങൾ പറഞ്ഞയാൾ ജഗദീഷിന്റെ കയ്യിൽ നിന്നും പലപ്പോഴായിട്ട് 3 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അതെല്ലാം അയാൾ മദ്യപിച്ചു തീർത്തു.
എന്നിട്ട് കടം വീട്ടുവാൻ സ്വന്തം മകളെ നിർബന്ധിച്ച് ജഗദീഷിന്റെ കിടപ്പറയിലേക്ക് അയച്ചു. ഇതിനെതിരെ 2015 സെപ്റ്റംബർ മാസത്തിൽ ട്വിങ്കിൾ തന്റെ പിതാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജഗദീഷിന്റെ അടുത്ത് പോകുവാൻ വിസമ്മതിച്ചതുകൊണ്ട് അച്ഛൻ തന്നെ മുറിയിലിട്ട് പൂട്ടുകയും ജീവനോടെ കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതായിരുന്നു അവൾ കൊടുത്ത പരാതിയിൽ ഉണ്ടായിരുന്നത്. സത്യത്തിൽ ട്വിങ്കിൾ തന്റെ പിതാവിനെതിരെ പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. എന്നാൽ ആ പരാതിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. വീട്ടിലുണ്ടായൊരു വഴക്ക് അവസാനം സ്റ്റേഷനിൽ എത്തി, അത്രമാത്രം. ഇതാണ് ഇവർ വളച്ചൊടിച്ചിങ്ങനെ വ്യാഖ്യാനിച്ചത്. ട്വിങ്കിളിന്റെ പിതാവിനെ കേസിൽ പ്രതിയാക്കുവാൻ ചെയ്ത പ്രവൃത്തിയായിരുന്നിത്. പിന്നീട് കോടതിയിൽ ഈ ആരോപണം പൊളിയുകയും ചെയ്തു. അങ്ങനെ 2.5 വർഷത്തോളം നീതി ലഭിക്കാതെ ട്വിങ്കിളിന്റെ മാതാപിതാക്കൾ കണ്ണീരോടെ കഴിഞ്ഞുകൂടി. ഒടുവിൽ അവർ മേൽക്കോടതിയെ സമീപിച്ചു. ഇതിനിടയിൽ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഭരണമാറ്റമുണ്ടായി. BJPക്ക് പകരം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. കമൽനാഥ് മുഖ്യമന്ത്രിയായി. കേസിന്റെ വിവരങ്ങൾ അറിഞ്ഞ മുഖ്യമന്ത്രി കുറ്റവാളികളെ എത്രയും വേഗം പിടികൂടുവാൻ കർശന നിർദ്ദേശം നൽകി. അങ്ങനെയാണ് 2019 ജനുവരിയിൽ ഇൻഡോർ DIG ഹരിനാരായണൻ ചാരി മിശ്രയുടെ കീഴിൽ ഈ കേസ് അന്വേഷിക്കുവാനായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അവർ കേസ് ഫയലുകൾ തുടക്കം മുതൽ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അപ്പോൾ അവന്തിക നഗറിലെ ഫാക്ടറിയിൽ നിന്നും നായയുടെ അസ്ഥികൂടം കണ്ടെടുത്ത സംഭവത്തിൽ ഇവർക്ക് വലിയ സംശയം തോന്നി. അവർ നേരെ ഫാക്ടറിയിലെത്തി. കൊലപാതകം നടന്ന ദിവസം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് രഹസ്യമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ബാൽജിത്ത് എന്നു പേരുള്ള സെക്യൂരിറ്റി ഗാർഡ് ആ നിർണായക രഹസ്യം വെളിപ്പെടുത്തിയത്. ബാൽജിത്ത് പോലീസിനോട് പറഞ്ഞു, 2.5 വർഷം മുൻപ് ഒരു ദിവസം ജഗദീഷും അവൻ്റെ മക്കളും ഉൾപ്പെടെ 5 പേർ ഒരു SUV കാറിൽ ഇവിടെ എത്തി. കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നീട് അവർ ഫാക്ടറിയുടെ വിജനമായിട്ടുള്ളൊരു കോണിൽ എന്തോ കത്തിക്കുവാൻ തുടങ്ങി. ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങളുടെ വളർത്തുനായ ചത്തുപോയെന്നും അതിനെ ചില ആചാരപ്രകാരം ദഹിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ഇവിടെയാണ് പോലീസിന് വീണ്ടും കല്ല് കടിച്ചത്. ബാൽജിത്തിന്റെ മൊഴി പ്രകാരം 2 ദിവസമാണ് അവർ നായയെ കത്തിച്ചത്. അങ്ങനെ വരുമ്പോൾ നായയുടെ അസ്ഥികൂടം പൂർണ്ണമായിട്ടും കത്തി തീരേണ്ടതാണ്. അതേ സ്ഥലത്തു നിന്നുമാണ് വ്യാജ ഫോൺ കോളിന്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പോലീസിനൊരു നായയുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടം കിട്ടിയത്. അതും കരിയാത്ത അസ്ഥികൂടം. ഇതെങ്ങനെ സംഭവിക്കും? ഈ ചോദ്യമാണ് പോലീസിനെ പ്രതികളിലേക്ക് നയിച്ചത്. പ്രതികൾ പെൺകുട്ടിയുടെ ശരീരം കത്തിച്ച ശേഷം പോലീസിനെ പറ്റിക്കുവാനായിട്ട് അതേ സ്ഥലത്ത് മറ്റൊരു നായയെ കൊന്നു കുഴിച്ചിടുകയായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. 2019 ജനുവരി 11 ജഗദീഷ് കരോട്ടിയ, അയാളുടെ മക്കളായ അജയ്, വിജയ്, വിനയ് എന്നിവരെയും അവരുടെ സുഹൃത്തായ നീലു എന്ന് വിളിക്കുന്ന നീലേഷ് കശ്യപിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് നടത്തിയ കഠിനമായ ചോദ്യം ചെയ്യലിൽ അജയ് തങ്ങൾ ചെയ്ത കുറ്റകൃത്യം സമ്മതിച്ചു. പോലീസ് പ്രതികൾ കാണിച്ചു കൊടുത്ത ഫാക്ടറിയിലെ ക്രൈം സ്പോട്ട് മുഴുവനും മണ്ണ് നീക്കി അത്യാധുനിക സജ്ജീകരണങ്ങളോടെ വിശദമായിട്ട് പരിശോധിച്ചു. അവിടെ നിന്നും ട്വിങ്കിൾ അവസാനമായിട്ട് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, ചെരുപ്പ്, പേഴ്സ് എന്നിവയും ഒപ്പം അവളുടെ ചില അസ്ഥി കഷ്ണങ്ങളും പല്ലുകളും കണ്ടെടുത്തു. കൂടാതെ ട്വിങ്കിളിന്റെ ബ്രേസ്ലെറ്റും കാൽവിരലിൽ അണിയുന്ന മിഞ്ചിയും കിട്ടി. ഫോറൻസിക് ലാബിൽ നടത്തിയ DNA പരിശോധനയിൽ ആ അസ്ഥികഷ്ണങ്ങൾ ട്വിങ്കിളിന്റെ ആണെന്ന് ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിച്ചു. ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ പോലെ പോലീസിന്റെ ചിന്തകളെ മുൻകൂട്ടി കണ്ട് പ്രതികൾ ഒരുക്കിയ കള്ളത്തെളിവുകളാണ് 2.5 വർഷത്തോളം ഈ കേസ് തെളിയാതെ കിടക്കുവാനായിട്ട് കാരണം. എന്നാൽ ശാസ്ത്രീയമായ DNA പരിശോധനയിലൂടെയും അന്വേഷണ സംഘത്തിന്റെ സൂക്ഷ്മമായ ചോദ്യം ചെയ്യലിലും കെട്ടിച്ചമച്ച ഈ തെളിവുകളെല്ലാം പൊളിഞ്ഞു. ട്വിങ്കിൾ ദാഗ്രെ വധക്കേസിൽ കോടതിയുടെ അന്തിമ വിധി ഇതുവരെയും വന്നിട്ടില്ല. കേസിന്റെ വിചാരണ നടപടികൾ ഇൻഡോറിലെ പ്രത്യേക കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഈ കേസിന്റെ നിലവിലെ അവസ്ഥ ഇതാണ്. 2019 പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് കുറ്റപത്രം സമർപ്പിച്ചു. എങ്കിലും ഈ കേസ് വളരെ സങ്കീർണമാണ്. അതുകൊണ്ടാണ് വിചാരണ നീണ്ടുപോകുന്നത്. പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് 80ലധികം സാക്ഷികളെയാണ്. അവരെ ഒന്നൊന്നായിട്ട് വിസ്തരിച്ചു തീർക്കുവാനുള്ള നടപടികൾ ഘട്ടം ഘട്ടമായിട്ട് നടന്നു വരുന്നു. പ്രധാന പ്രതിയും BJP നേതാവുമായ ജഗദീഷ് കരോട്ടിയായും മകൻ അജയ് കരോട്ടിയായും ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കഴിയുകയാണ്. തെളിവ് നശിപ്പിക്കുവാൻ സഹായിച്ചു എന്ന കുറ്റം ചുമത്തപ്പെട്ട ജഗദീഷിന്റെ മറ്റു മക്കളായ വിജയ് കരോട്ടിയ, വിനയ് കരോട്ടിയ, സുഹൃത്തായ നീലേഷ് കശ്യപ് എന്നിവർക്ക് നീണ്ട നാളത്തെ ജയിൽവാസത്തിന് ശേഷം മധ്യപ്രദേശ് ഹൈക്കോടതി കർശനമായിട്ടുള്ള ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ട്വിങ്കിളിന്റെ ജഡം പൂർണ്ണമായിട്ടും കണ്ടെടുക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഫാക്ടറിയിലെ പറമ്പിൽ നിന്നും കിട്ടിയ അസ്ഥികഷ്ണങ്ങളുടെ DNA ഫലങ്ങൾ, പ്രതികളെ അഹമ്മദാബാദിലെ ലാബിൽ കൊണ്ടുപോയി നടത്തിയ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റിന്റെ റിപ്പോർട്ടുകൾ, ഇതെല്ലാം കോടതിയിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം. അതിന് സമയമെടുക്കും. പ്രതികൾ പോലീസിനെ പറ്റിക്കുവാനായിട്ട് നായയുടെ ശവം കുഴിച്ചിട്ടും വ്യാജ ഫോൺ കോളുകൾ ചെയ്തും ഈ കേസ് വഴിതിരിച്ചു വിട്ടതുകൊണ്ട് ഓരോ തെളിവും വ്യാജമല്ല എന്ന് കോടതിക്ക് മുൻപിൽ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് പ്രോസിക്യൂഷന് കൂടുതൽ സമയം ആവശ്യമാണ്. ചുരുക്കത്തിൽ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അന്തിമവിധി കോടതി ഇതുവരെ പ്രസ്താവിച്ചിട്ടില്ല. ശക്തമായ ശാസ്ത്രീയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കുവാനുള്ള നിയമ പോരാട്ടത്തിലാണ് ട്വിങ്കിളിന്റെ മാതാപിതാക്കളും അതുപോലെ പ്രോസിക്യൂഷനും. അവരുടെ പോരാട്ടം വിജയിക്കട്ടെ. ട്വിങ്കിളിന്റെ ആത്മാവിന് നീതി കിട്ടട്ടെ. ഈ കേസ് മുൻപോട്ട് വയ്ക്കുന്ന ചില ധാർമ്മിക പാഠങ്ങളുണ്ട്.
രാഷ്ട്രീയത്തിലും ജീവിതത്തിലും കുറുക്ക് വഴിയിൽ ഉയരങ്ങളിൽ എത്തുവാനായിട്ട് ഗോഡ്ഫാദർമാരെ വേണമെന്നും അവരെ അന്ധമായിട്ട് വിശ്വസിച്ചതുമാണ് ടെങ്കിളിന് സംഭവിച്ച തെറ്റ്. അധികാരവും പണവുമുള്ള മനുഷ്യരുടെ കറുത്ത വശങ്ങളെ അവൾ തിരിച്ചറിഞ്ഞില്ല. ഒരു കുടുംബത്തെ തകർത്ത് ജഗദീഷിനെ തന്റെ സ്വന്തമാക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു. ഒരു പ്രതികാര ബുദ്ധിയോടെ ബന്ധങ്ങളെ തനിക്ക് വളരുവാനുള്ള കരുവാക്കി. അത് അവസാനിച്ചത് അവളുടെ മരണത്തിലാണ്. വിജയത്തിലേക്കുള്ള വഴി എപ്പോഴും നേരുള്ളതായിരിക്കണം എന്ന പാഠം ഇത് നൽകുന്നു. പൂർണ്ണമായ കുറ്റകൃത്യം എന്ന ഒന്നില്ല. പ്രശസ്തമായ ദൃശ്യം സിനിമയിലെ തന്ത്രങ്ങൾ കടമെടുത്തും നായയുടെ ശവം കുഴിച്ചിട്ടും വ്യാജ ഫോൺ കോളുകൾ ചെയ്തും വ്യാജ ഫോൺ ലൊക്കേഷനുകൾ നിർമ്മിച്ചും തങ്ങൾ സുരക്ഷിതരാണെന്ന് പ്രതികൾ വിശ്വസിച്ചു. എന്നാൽ എത്രയൊക്കെ മൂടി വെച്ചാലും ഒരു കുറ്റകൃത്യവും ശാശ്വതമായിട്ട് ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയില്ല. പ്രകൃതി എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കും. അത് ഒരു ദുപ്പട്ടയുടെ കഷ്ണമാവാം, അല്ലെങ്കിൽ ഒരു കാവൽക്കാരൻ്റെ മനസാക്ഷിയാവാം. സത്യം എപ്പോഴും അതിൻ്റെ വഴി കണ്ടെത്തും. അതുപോലെ അധികാരവും പണവും ശാശ്വതമല്ല എന്ന പാഠവും ഇത് നൽകുന്നു. ഭരണകക്ഷിയുടെ പിൻബലത്തിലും മുൻ കൗൺസിലർ എന്ന പദവിയിലും അഹങ്കരിച്ച ജഗദീഷ് വിചാരിച്ചത് നിയമം തന്റെ പോക്കറ്റിലാണെന്നാണ്. എന്നാൽ അധികാരം മാറിയപ്പോൾ, നിയമത്തിന്റെ പിടി ശക്തമായപ്പോൾ ആ പണത്തിനും സ്വാധീനത്തിനും അയാളെ രക്ഷിക്കുവാനായില്ല. നിയമത്തിന് മുൻപിൽ ഏതു വലിയ കൊമ്പനും ഒരു നാൾ തല കുനിക്കേണ്ടി വരുമെന്ന് ഈ കഥ നമ്മോട് പറയുന്നു. ധാർമ്മികതയുടെ പൂർണ്ണമായിട്ടുള്ള അധപതനം കൂടിയാണ് ഇവരുടെ ജീവിതം. അച്ഛനും മകനും ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. അവളുമായിട്ട് കിടക്ക പങ്കിടുന്നു. ഒടുവിൽ തങ്ങളുടെ അന്തസ്സ് കാക്കുവാനായിട്ട് അവളെ ക്രൂരമായിട്ട് കഴുത്തി ഞെരിച്ചു കൊല്ലുന്നു. അവരിന്ന് ജയിലിലാണ്. ബന്ധങ്ങളുടെ പവിത്രത മറന്ന് സ്വാർത്ഥതയ്ക്ക് പിന്നാലെ പോയാൽ കാത്തിരിക്കുന്നത് സർവനാശമാണെന്ന് കരോട്ടിയ കുടുംബത്തിന്റെ പതനം കാണിക്കുന്നു. ട്വിങ്കിൾ ദാഗ്രയുടെ ചെറിയ അസ്ഥി കഷ്ണങ്ങൾ അവന്തിക നഗറിലെ വിജനമായ പറമ്പിൽ നിന്നും കണ്ടെടുത്തപ്പോൾ പ്രതികൾ കെട്ടിപ്പൊക്കിയ നുണകളുടെ സാമ്രാജ്യത്തിന്റെ തകർച്ച കൂടിയായിരുന്നു അത്. വൈകിയാണെങ്കിലും നീതി നടപ്പിലാവുമെന്ന പ്രകൃതി നിയമത്തിന്റെ നേർസാക്ഷ്യമാണ് ഈ കേസ്. അധികാരത്തിന്റെ ഹുങ്കിൽ ഇവിടെ ആർക്കും ആരുടെയും ജീവൻ എടുക്കുവാനായിട്ട് അവകാശമില്ല. ഈ ശക്തമായ സന്ദേശത്തോടെ ചോരക്കറ പുരണ്ട ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു. ട്വിങ്കിൾ ദാഗ്രയുടെ കഥ ഇന്നും ഇൻഡോറിലെ ജനങ്ങൾക്ക് ഞെട്ടിക്കുന്നൊരു ഓർമ്മയാണ്.